പ്രിറ്റി റഫ് വോയിസ് കാരണം എനിക്ക് സോർ ത്രോട്ട് പിടിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ സോർ ത്രോട്ടുണ്ട്, വേറെ ഫീവറോ കാര്യങ്ങളൊന്നുമില്ല. വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ്, പക്ഷേ ഇന്ന് ഇൻറ്റൻസിറ്റി കുറച്ച് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പ്രോബബ്ലി ഒരു അസിറ്റാമിനോഫിമെല്ലോ എടുക്കണം, ജസ്റ്റ് ടു ബി ഓൺ ദി സേഫ് സൈഡ്. പക്ഷെ അത് എടുക്കുമ്പോൾ ഉള്ള കുഴപ്പം, അത് ഇൻഫ്ലമേഷൻ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്ന മെഡിക്കേഷൻ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. പക്ഷേ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പം പനി പിടിച്ച് ഒരാഴ്ച പോകുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ വന്ന് ഒരാഴ്ച വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്നെനിക്ക് തോന്നുന്നു. ഫാസ്റ്റഡ് കാർഡിയോ ഒന്നുമില്ല, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഓറഞ്ച് കഴിച്ചു, അതിലത് കഫീനോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ കഫീൻ എടുത്തു കഴിഞ്ഞാൽ അവസ്ഥ കൂടുതൽ മോശമാവും. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയതിൽ ഗ്രോസറിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ആയിരുന്നു ഞാൻ പൊതുവെ കാർബിന് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കീറ്റോ റാപ്പിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ സ്ലോ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ഓട്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ ഓട്സ് എൻ്റെ ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. പിന്നെ ലോ കാലറി സോസസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിലും, ലോ കാലറി ബാർബിക്യൂ സോസോ അല്ലെങ്കിൽ ഹാഫ് ഫാറ്റ് മയനൈസ് എൻ്റെ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ അത്ര താല്പര്യമില്ല. കാരണം ഒരു ടേബിൾ സ്പൂൺ എങ്ങാണ്ട് വരുന്നത് 35 കാലറീസ്, റെഗുലറിൻ്റെ അകത്ത് വരുന്നത് 78 to 80 സംതിങ് ആണ്. എൻ്റെ ലിസ്റ്റിലേക്ക് എന്താണ് സാധനം ആഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ബനാന പെർ മീൽ പ്ലസ് കുറച്ച് റൈസിൻസും കൂടെ ആഡ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. ഇതെല്ലാം എൻ്റെ ശരീരത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു പല ടൈപ്പിലുള്ള കാർബ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പല ടൈപ്പിലുള്ള പ്രോട്ടീൻ സോഴ്സുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പടയെന്ന് പറഞ്ഞിട്ട് പോകാം. ഇത് 2.27 കിലോ ഓട്ട് മീലാണ് ഇതുള്ളത്. സാധാരണ ഓട്ട് മീലിനേക്കാളും എന്തോ പ്രത്യേകതയുള്ളത് സ്പ്രൗട്ടഡ് ഓട്ട് മീലാണെന്നുള്ളതാണ്. പിന്നെ ഇത് റോൾഡ് ഓട്സാണ്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ ക്വേക്കർ ഓട്സ് സ്റ്റീൽ കട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പൊതുവേ ഓട്ട് മീലോട് എനിക്ക് താല്പര്യമില്ല, അതൊരു ചവറ ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് കഴിക്കേണ്ട സാധനങ്ങൾ കഴിച്ചല്ലേ പറ്റൂ. പിന്നെ അതിൻ്റെ കൂടെ ഓട്ട് മീലിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെടുന്ന വേറൊരു സാധനമാണിത്, മാംഗോ, ഫ്രോസൺ മാംഗോ. ഇതിൻ്റെ ഫ്രഷ് ഞാൻ എടുത്തതാണ്. ഫ്രഷ് ഒരു കാർട്ടൺ എടുത്തപ്പോൾ 5 മാംഗോയ്ക്ക് കൊടുത്ത പൈസ എന്നുള്ളത് ഇതിൻ്റെ ഇരട്ടിയാണ്. ഇത് 2 കിലോ മാങ്ങയുണ്ട്. എന്ന് തീരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു 2 ആഴ്ച മിനിമം ഇതിരിക്കും. അപ്പോൾ ഫ്രൂട്ട് ഇതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പഴം കൂടെ കഴിക്കാൻ എൻ്റെ പ്ലാനുണ്ട്. പഴം വാങ്ങിച്ചില്ല, പഴം വാങ്ങിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റൈറ്റി ഇൻഡെക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് പച്ചക്കറി, ക്യാരറ്റുണ്ട്, കോണുണ്ട്, ഗ്രീൻ ബീൻസ് ഉണ്ട്, പിന്നെ പീസുണ്ട്, പയർ, വള്ളിപ്പയർ. അപ്പോൾ വള്ളിപ്പയറായിരിക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് എൻ്റെ ഓട്ട് മീലിൽ പോകാൻ വേണ്ടിയിട്ട്. അതെനിക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ എങ്ങനെയാണ് കഴിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിഴുങ്ങാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് 500 ഗ്രാമിൻ്റെ എഗ് വൈറ്റ്സാണ്. ഫ്രീ ഓടിയ കോഴികളുടെ എഗ് വൈറ്റാണിത്. ഫ്രീ ആയിട്ട് ഓടിയ കോഴികളുടെ എഗ് വൈറ്റ്സാണിത്. ഇത് 500 ഗ്രാം ഉണ്ട്. 100 ഗ്രാമിൽ 50 കാലറി. ഇതിനകത്ത് 11 ഗ്രാം പ്രോട്ടീനുണ്ട്. ഐ വണ്ടർ, 100 മൈനസ് 11 എന്ന് പറയുമ്പം 89. അപ്പോൾ അത് 89 ഗ്രാം വെള്ളമാണോ, അതെന്താണ് ബാക്കിയുള്ളതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിക്വിഡ് എഗ് വൈറ്റ്സ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെള്ളമായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പോ അല്ലെങ്കിൽ ലഞ്ച് റാപ്പിന് വേണ്ടിയിട്ട് ടോർട്ടിയാസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ ടോർട്ടിയ ഓറോ വീറ്റിൻ്റെ ടോർട്ടിയാണ്. ആ ഓറോ വീറ്റിൻ്റെ ടോർട്ടിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല. അതിനകത്ത് ഫൈബറിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഗ്രാമോളം ഉണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈബർ 1 ഗ്രാമേ ഉള്ളൂ. പക്ഷേ കാലറീസ് മറ്റേതിൻ്റെ ഇരട്ടിയുണ്ട്. മറ്റേതെന്ന് പറയുമ്പോൾ 70 ഉള്ളൂ, ഇതിനകത്ത് 180 ഉണ്ട്. ഇതിനകത്ത് ഒരു ടോർട്ടിയ പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ സൈസുമാണ്.
പക്ഷേ അതിനകത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം എൻ്റെ കാർബിൻ്റെ ഇൻടേക്ക് വളരെ കുറവായതുകൊണ്ട് എനിക്ക് കുറച്ച് കാർബിൻ്റെ ഇൻടേക്ക് ആവശ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. വളരെ ഇൻറ്റൻഷനാണ്. പിന്നെ ഇത് വാങ്ങിക്കാൻ കാരണം മറ്റേ ഒറോവീറ്റിൻ്റെ ടോർട്ടിനേക്കാളും 3-1 പൈസയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതും ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ എൻ്റെ മീറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് മീറ്റാണ് ഇത്തവണ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഞാൻ ഗ്രൗണ്ട് ബീഫിൻ്റെ ഒരു ട്യൂബാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ലീൻ മീറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ട് ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് പല പേരുകൾ അതിനകത്ത് കാണാം. ലീൻ, എക്സ്ട്രാ ലീൻ, മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകൾ കാണാം. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ലീൻ മീറ്റും ഫാറ്റുമായിട്ടുള്ള റേഷ്യോ ആണ് അത് സൂചിപ്പിക്കുന്നത്, ആ പേര്. ഇപ്പോൾ ആ പേരിന് തന്നെ പല രാജ്യങ്ങളിലും പല നിർവചനങ്ങളാണ് ഉള്ളത്. അത് സ്റ്റേറ്റ് വെച്ച് മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം രാജ്യങ്ങൾ വെച്ചിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനിത് ലീനിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് നോക്കിയ സമയത്ത് 90-10 കാണിച്ചു, 90-8 കാണിച്ചു, മീഡിയം 80-20 കാണിച്ചു. സോ ഇതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെങ്ങനെയാണ് കണക്ക് നോക്കുന്നതെന്ന് ഞാൻ തപ്പി. അങ്ങനെ ഞാൻ തപ്പിയ സമയത്താണ് മനസ്സിലായത് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതിൻ്റെ ന്യൂട്രീഷൻ ലെവൽ എടുക്കുക. ന്യൂട്രീഷൻ ലെവൽ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് പെർ 100 grams നോക്കുക. പെർ 100 grams ആണെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് പോയിട്ട് ഫാറ്റ് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ കാണിക്കുന്നത് 15 gram. അപ്പോൾ ഈ 15 gram മൈനസ് 100 നോക്കുക. അപ്പോൾ എത്രയായി? 85. 15 അപ്പോൾ ഇവിടുത്തെ മീറ്റ് ടു ഫാറ്റ് റേഷ്യോ എന്ന് വരുന്നത്. 85-15 ഇനി എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്നുള്ളത് ഇതിൻ്റെ റെൻഡറിങ് ആണ്. ഫാറ്റ് റെൻഡർ ചെയ്തത്. ഫാറ്റ് റെൻഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫാറ്റ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കരിയാത്തൊരു ചൂടിൽ കുറേ നേരം ഇട്ട് ഹീറ്റ് ചെയ്യിക്കുക. സോ ദാറ്റ് ആ ഫാറ്റെല്ലാം ഉരുകിയിട്ട് നമുക്കത് പിന്നെ ഊറ്റിക്കളയാം. അതാണ് റെൻഡറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ അഡീഷൻ. ഇത് ചിലർക്ക് ഗിൽറ്റ് ഉണ്ടാവും, പക്ഷേ എനിക്ക് ഗിൽറ്റ് ഉണ്ടാവുന്നില്ല. പകരം ഇതൊരു ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമായിട്ട് തോന്നുന്നു. ഞാൻ ഇത്തവണ ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഉണ്ടാക്കുക ഈ മീലിനെ പറ്റിയിട്ട്. കാർബ് സാൻഡ്വിച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു അപ്രോച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത്. സോ ബേസിക്കലി ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈസി ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഷുഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ കാർബ് ഫുഡ് നമ്മൾ പ്രീ വർക്കൗട്ടിന് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ മുമ്പേ കഴിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസമാണ്. ഇത് പായസമാണ് എന്ന് വെച്ചാൽ പാല്, അരി, പഞ്ചസാര, ഈ 3 സാധനം ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇത് 120 കാലറിയാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രീ വർക്കൗട്ട് മീലിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പ്ലസ് എൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും മീലിൻ്റെയും ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഇനി എനിക്ക് എൻ്റെ വർക്കൗട്ടുണ്ട്. ഇന്ന് ഫുൾ ഡേ ആണ്. ഫുൾ ഡേ പോകണം. ഫുൾ ഡേ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റും കൂടെ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഒരു ഷോർട്ട് പവർ നാപ്പ് എടുക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഇന്നത്തെ ദിവസം ഒരു റാപ്പാണ്. വർക്കൗട്ട് കഴിഞ്ഞ് ഭയങ്കര ടയർഡാണ്. സോ ചാവ്.